പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ക്ഷണിക്കുന്നത് ശുദ്ധമുള്ള പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചന ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ്. അവിടെ നാം ഇങ്ങനെ വായിച്ചു കാണുകയാണ്: എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. വിശുദ്ധ ശ്ലീഹ പറയാണ്, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. വളരെ ആഴമേറിയ ഒരു വചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ക്രിസ്തു നമ്മളിൽ രൂപപ്പെടുന്നതുവരെ ഒരു നല്ല സുവിശേഷകൻ കർത്താവിൻ്റെ വിശ്വസ്ത ദാസന് ഉണ്ടാകുന്നതായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് അവിടെ നാം വായിച്ചു കേട്ടത്. നമ്മളിൽ ക്രിസ്തു രൂപപ്പെടണം എന്നുള്ളതാണ് സുവിശേഷത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ശ്ലീഹ കോരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ 5-ാം വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മളോട് തന്നെ ഒരു പരീക്ഷണം നടത്തുവാനായിട്ട് ശ്ലീഹ ആവശ്യപ്പെടുകയാണ്. നാം എല്ലാവരും ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുവാനും അങ്ങനെ ജീവിക്കുവാനും ആഗ്രഹിക്കുന്നവരാണല്ലോ. ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന നമ്മളോട് ശ്ലീഹ ചോദിക്കുകയാണ്: നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുവിൻ. മറ്റാരും പരീക്ഷിക്കേണ്ട, സ്വയമായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധന നടത്തി നോക്കുവിൻ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ച് അറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? നിങ്ങളുടെ വിശ്വാസത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതുവരെയും ബോധ്യമായിട്ടില്ലേ? നിങ്ങൾക്ക് അങ്ങനൊരു തിരിച്ചറിവ് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കങ്ങനെ സ്വയം ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയിൽ പരാജയത്തിനാണ്. ഇതേ വിഷയത്തെക്കുറിച്ച് കൊലോസ്യർക്ക് ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനഭാഗങ്ങളിലൂടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു. ദൈവമഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നതു തന്നെ. ദൈവമഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളത് തന്നെ. ക്രിസ്തു നമ്മളിലുണ്ടോ എന്ന് നാം പരിശോധിച്ച് അറിയണം. ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെ ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ
ഒന്നാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിച്ചു കാണുകയാണ്, കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവിടെയും ശ്ലീഹ നമ്മെ കാണിച്ചു തരുന്നത് നിങ്ങളിലുള്ളവൻ, കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. മുന്നമേ വായിച്ച വേദവാക്യം നമ്മൾ മനസ്സിലാക്കി. കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് ശ്ലീഹ പറഞ്ഞതിൻ്റെ അർത്ഥം. ശുദ്ധമുള്ള യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വചനഭാഗങ്ങളിലൂടെ ഇങ്ങനെ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ, ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു. അവൻ ദൈവത്തിലും വസിക്കുന്നു. പത്രോസ്ലീഹ ഏറ്റുപറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന്. കർത്താവ് പറഞ്ഞു, ജഡരത്നങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണെന്ന് എനിക്കത് വെളിപ്പെടുത്തി തന്നതെന്ന്. യേശു കർത്താവ് ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്ന ഓരോ വ്യക്തിയിലും ദൈവം വസിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അവനിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു. സ്വർഗത്തിലെ പിതാവിനെ അബ്ബ എന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവനിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63-ാമത്തെ വചനഭാഗങ്ങളിലൂടെ ഇങ്ങനെ രേഖപ്പെടുത്തി കാണാം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ, ദൈവവചനം, അത് ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിനെ കഴിഞ്ഞില്ല. വചനം, ആ വചനം ആത്മാവും ജീവനുമാകുന്നുവെന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലും ഇങ്ങനെ കാണുവാൻ സാധിക്കും, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷ ഭാഗത്തിലൂടെ 10-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. കർത്താവ്
പറയുകയാണ് 37-ാമത്തെ വചനഭാഗത്തിലൂടെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. ശിഷ്യന്മാരിൽ ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന്. ഞങ്ങൾക്ക് അത് മതി. യേശു അവനോട് പറഞ്ഞു, ഈ കാലമത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എന്ത്? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. കർത്താവ് വീണ്ടും പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനഭാഗങ്ങളിലൂടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 19-ാം വചനഭാഗങ്ങളിലൂടെ നാം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഒരു സത്യവിശ്വാസിയുടെ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. വീണ്ടും പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. കർത്താവ് യേശു പറയുന്നതാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, എൻ്റെ കൽപ്പനകൾ പാലിക്കും. എൻ്റെ പിതാവ് അതുകൊണ്ട് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവനിൽ വന്ന് വാസം ചെയ്യും. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവം ഒരു വ്യക്തിയിൽ വന്ന് വസിക്കുമെന്ന് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയുള്ളവനില്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനം പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരുവനിൽ. അങ്ങനെയുള്ളവനെ പുത്രൻ സ്നേഹിക്കുന്നു. യേശു തന്നെ അവനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. പിതാവ് അവനെ സ്നേഹിക്കുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞങ്ങൾ അവനിൽ വന്ന് വാസം ചെയ്യും. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ശ്രേഷ്ഠത. അവൻ ദൈവത്തോടു കൂടിയായിരിക്കുന്നു, ദൈവം അവനോട് കൂടിയായിരിക്കുന്നു. ഇതാണ് മുന്നമേ നാം വായിച്ചു കേട്ടത്. നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുവിൻ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ക്രിസ്തു നിങ്ങളില്ല എന്നാണെങ്കിൽ നിങ്ങൾ പരാജിതരാണ്. ഈ ജീവിതത്തിൽ ക്രിസ്ത്യാനികളെന്ന പേരിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരാജിതരാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 10-ാം അധ്യായത്തിൻ്റെ 8-ാം വചനഭാഗത്തിലൂടെ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നാൽ പിന്നെ എന്താണ് പറയേണ്ടത്? നമ്മോട് ചോദിക്കുകയാണ്, എന്താ നീ പറയേണ്ടത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. വചനം കർത്താവായ യേശു ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ്. നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. എത്ര വലിയ ഭാഗ്യമാണ് ഒരു ദൈവ പൈതലിന് ലഭിച്ചിരിക്കുന്നത്. ദൈവം കൂടെ വസിക്കുന്ന അവസ്ഥ, ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന
അവസ്ഥ. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ സൗഭാഗ്യം. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ, ദൈവം നമ്മോട് കൂടെ ജീവിക്കുവാൻ ഇത്രമാത്രം ഭാഗ്യം ലഭിച്ച മറ്റൊരു സൃഷ്ടിയുമില്ല. ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 10-ാം വചനഭാഗങ്ങളിലൂടെ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്: ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവൻ അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായകൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കുന്നു. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായക കൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കി തീർക്കുന്നു, ദൈവത്തെ കള്ളനാക്കി മാറ്റുന്നു. ഇതാണ് ആ സാക്ഷ്യം. പിതാവാം ദൈവത്തിൻ്റെ സാക്ഷ്യം ഇതാണ്: ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ ഇറങ്ങി വസിക്കുകയാണ്. വിശുദ്ധ കുർബാനയിലെ ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു എന്ന് നാം പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നീതീകരിക്കപ്പെട്ട ശുദ്ധീകരണം പ്രാപിച്ച നാം ഓരോരുത്തരും ആ വിശുദ്ധതകൾ സ്വീകരിക്കാൻ പ്രാപ്തരാണ്. വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. കർത്താവായ യേശു ക്രിസ്തു എവിടെയുണ്ടോ അവിടെ പിതാവുണ്ട്, അവിടെ പരിശുദ്ധാത്മാവുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു. കർത്താവ് തന്നെയാണ് ആത്മാവ്. വചനം ആരിൽ വസിക്കുന്നുവോ അവനിൽ ദൈവം വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, നമുക്ക് ലഭിച്ചതായി വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ നിമിഷവും നാം ജീവിക്കുമ്പോൾ കർത്താവ് നമ്മോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പാലിക്കുവാനും അവർ നമ്മെ സ്നേഹിച്ചതുപോലെ നാമും പരസ്പരം സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുവാനും, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും സാധിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ യേശു ക്രിസ്തുവിൽ ഐക്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ആയതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. ആമേൻ.